നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെക്സ്റ്റ് ആണ്. 25 ചോദ്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ മടിയുള്ളവരൊക്കെ ഇങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റാങ്കിലെ നിലവാരം ഉയർത്താനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കാൻ മടിയുള്ളവർ ഇതുപോലെ മോക്ക് ടെക്സ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. 25 ചോദ്യങ്ങളുള്ള നിസ്സാരം 25 ചോദ്യങ്ങൾ. ആ 25 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരളമാണ്. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ സിറ്റി ആയി അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ സിറ്റി ആയി അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലാണ് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് നഗരസഭ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോട്ടയ്ക്കലാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നഗരസഭയാണ് 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ. അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അഞ്ചാമത്തെ ചോദ്യം, കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഗുണമേന്മയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ ഇനം ഏതാണ്? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഗുണമേന്മയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ ഇനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, IISR സൂര്യ. IISR സൂര്യയാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഗുണമേന്മയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞളിനം. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യമാണ്, കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയായ കെ-ഫോണിന്റെ ഭാഗ്യചിഹ്നമായ ഫിബോ ഏത് മൃഗമാണ്? കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയായ കെ-ഫോണിന്റെ ഭാഗ്യചിഹ്നമായ ഫിബോ ഏത് മൃഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കടുവയാണ്. കടുവയാണ് നമ്മുടെ കെ-ഫോണിന്റെ ഭാഗ്യചിഹ്നമായ ഫിബോ. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടിന്റെ പേരെന്താണ്? കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടിന്റെ പേരെന്താണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മിയ. മിയയാണ് കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട്. ഈ ഓപ്ഷൻ എ കണ്ടോ, ഐറിസ് എന്ന് പറയുന്നത്, അത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അധ്യാപിക റോബോട്ടാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്, കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 600.15 കിലോമീറ്റർ ആണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം. ഒമ്പതാമത്തെ ചോദ്യം, കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പിണറായി വിജയനാണ്. കരുണാകരൻ സാറിന്റെ റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തിയത്. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് EK നായനാരാണ്. രണ്ടാം സ്ഥാനത്ത് നേരത്തെ കരുണാകരൻ ആയിരുന്നു. കരുണാകരന്റെ നിലവിലെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത്.
10ാമത്തെ ചോദ്യം, കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം എന്നത് കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ്. ഇപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയുമെങ്കിലും എത്തിയത്. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേഷണ ദൗത്യമായ സമുദ്രയാനിൽ പങ്കെടുക്കുന്ന മലയാളി സാന്നിധ്യം ആരാണ്? ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് സമുദ്രയാൻ. അതിൽ പങ്കെടുക്കുന്ന മലയാളി സാന്നിധ്യം ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജി ഹരികൃഷ്ണൻ. ആരാണ്? ജി ഹരികൃഷ്ണൻ ആണ് നമ്മുടെ ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേഷണ ദൗത്യമായ സമുദ്രയാനിൽ പങ്കെടുക്കുന്ന മലയാളി. അടുത്ത ചോദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായി സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പേടകം ഏതാണ്? സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പേടകം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മത്സ്യ 6000. അപ്പോൾ സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായി സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പേടകത്തിന്റെ പേരാണ് മത്സ്യ 6000. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്, വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വേനൽ മധുരം. വേനൽ മധുരമാണ് വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. 14ാമത്തെ ചോദ്യമാണ്, ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. ചോദ്യം ക്ലിയർ ആയല്ലോ. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്, ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ശക്തമായ റെയ്ഡ് അല്ലെങ്കിൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ശക്തമായ റെയ്ഡ് അല്ലെങ്കിൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക് ആണ് ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ. 16ാമത്തെ ചോദ്യം, 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനം കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, ഇംപേഷ്യൻസ് അച്യുതാനന്ദന്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന്റെ ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് ഈ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയത്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണ്? തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള സവാരി. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്നായിരുന്നു നമ്മൾ പഠിച്ചത്? സഞ്ജു സാംസൺ ആണ് അല്ലെ. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് സഞ്ജു സാംസൺ. അതൊക്കെ നമ്മൾ ഡെയിലി 10 കറണ്ട് അഫയേഴ്സ് എന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളിൽ ഡെയിലി 10 കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം, കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും
നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുമ്പിച്ചൽ കടവ് പാലം. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലെ ആദിവാസി മേഖലയെ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. ആ പാലത്തിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഏതു രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? കേരളത്തിൽ നിന്ന് ആദ്യമായി ഏത് രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉഗാണ്ടയിലോട്ടാണ്. കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ എന്ന് പറയുന്നത് പന്നിയൂർ വണ്ണും കരിമുണ്ട. പന്നിയൂർ വണ്ണ്, കരിമുണ്ട എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ നിന്ന് ഉഗാണ്ടയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിന്റെ തൈകൾ. 21ാമത് ചോദ്യം. ശ്രീനാരായണ ഗുരു രചിച്ച ഏത് ഗ്രന്ഥമാണ് 104 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചത്? ശ്രീനാരായണ ഗുരു രചിച്ച ഏത് ഗ്രന്ഥമാണ് 104 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവദശകം. ദൈവദശകമാണ് 104 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചത്. അടുത്തത് 22ാമത് ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായിട്ട് പുനർനാമകരണം ചെയ്തത്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. KSRTC യാത്രക്കാർക്കായി നിലവിൽ വന്ന ടോൾ ഫ്രീ നമ്പർ. KSRTC യാത്രക്കാർക്കായി നിലവിൽ വന്ന ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 149. 149 എന്ന് പറയുന്നതാണ് KSRTC യാത്രക്കാർക്കായിട്ട് നിലവിൽ വന്ന ടോൾ ഫ്രീ നമ്പർ. 24ാമത്തെ ചോദ്യം. മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനാണ് മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിത. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ്? ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റിന് വേണ്ടി എടുത്തിരുന്നത്. 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് 20ൽ കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും അങ്ങനെ നമ്മൾ സ്കോർ ചെയ്ത് പോയാലേ നമുക്ക് കമ്പനി ബോർഡ് LGSനൊക്കെ 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് വളരെ നിസ്സാരം ഒരു ലാഘവത്തോടുകൂടി അറ്റൻഡ് ചെയ്ത 20 മാർക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോവുക. കമ്പനി ബോർഡ് LGSന് 20 മാർക്കിനാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉള്ളത്. ആ 20 മാർക്കിന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മളുടെ കറണ്ട് അഫയേഴ്സിന്റെ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടാകണം. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇടയ്ക്ക് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.